സിക്സ് അടിക്കാൻ പറയൂ. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. കൊള്ളാല്ലേ? അതെ, ഇപ്പഴേ പറഞ്ഞില്ലേ. ഇങ്ങനെയാണോ യൂണിഫോം? യൂണിഫോം അല്ല, ഈ ജേഴ്സി ആ ആണോ? ഇതേ ഞാൻ കണ്ടിട്ടില്ലല്ലേ പണ്ട്. ഇത് റിവെഞ്ച് റിവെഞ്ച്. റിവെഞ്ച് ആരോട്? നീ അല്ല എന്നെ പുച്ഛിച്ചത് എനിക്ക് ഫുട്ബോൾ ഒന്നും അറിയില്ലാന്ന്. ഞാനേ ഫുൾ പഠിച്ചിട്ട് വന്നിട്ടാ. നീ എന്ത് ചോദിച്ചാലും ഞാൻ മണ്ണി പോലെ തരും. ഇവിടെ കോച്ചിങ്ങിന് പോയാ? എവിടെ പോയി പഠിച്ചെന്ന? അത് ഞങ്ങള് യൂട്യൂബ് നോക്കും. അല്ല, യൂട്യൂബിൽ പോയി പഠിക്കുന്നവരാണ്. ഞങ്ങൾക്ക് 10-20 വർഷത്തെ എങ്ങനെ പഠിച്ചാലും പഠിച്ചാണല്ലോ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ കളിക്കളത്തിൽ ഇറങ്ങി കളിച്ച് പഠിക്കണം. ചോദ്യം ചോദിക്കടാ. എന്ത് ചോദ്യം? നിനക്ക് എന്തെങ്കിലും ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞുതരാം. മറ്റേ ചോദ്യം ചോദിക്കാം. അതെ, ചോദ്യം ചോദിച്ചാൽ നീ പറയോ? ഇല്ലെങ്കിൽ 3000 പെറ്റ്. പൈസ ഇങ്ങോട്ട് പെറ്റ്. നീ സമ്മതിച്ചാ? 3000 രൂപ അവള് തരും കേട്ടോ. പൈസ തന്നെ അടി വേണ്ട. പെനാൽറ്റിക്ക് ബോൾ വെക്കുന്നതും ഗോൾ പോസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയാൻ പറ്റുമോ? ആ ബോളും ഗോൾ പോസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയാൻ പറ്റുമോ? എത്ര ഫീറ്റിലാണ്? അറിയാവോ? കുറച്ചുകൂടി ഈസി ആയിട്ട് ചോദിക്കും. ഞങ്ങളിപ്പോ പഠിച്ചല്ലേ. 2 ടീമിലൂടെ എത്ര പേരുണ്ട്? 16. എന്തുവിന് പഠിച്ചേ? ഇങ്ങനെ 16. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നീ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യാം. പിന്നെ എന്താ പഠിച്ചേ? ഞാൻ ഒക്കെ പഠിച്ചിട്ടാ വന്നേക്കണം. ചലഞ്ചുകൾ എന്തും ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്നാ ഒരു മാച്ച് വെക്കാം, ചെറിയൊരു പരിപാടി. അവിടെ ഗോൾ പോസ്റ്റ് ഉണ്ട്, ഞാൻ ഗോളിയാട്ടിക്കും, നീ പന്തടിക്കണം. എന്തായാലും സേവ് ചെയ്താ നീ എനിക്ക് 3000 രൂപ തരണം. അത് വിട്ടില്ല ഗോൾ പോസ്റ്റ് കയറിയാ ഞാൻ നിനക്ക് തരും 3000 രൂപ. സിമ്പിൾ പരിപാടി. പറ്റുമോ? അതെ, ചുമ്മാ ഇരുന്ന് പറയുന്ന പോലല്ല കാര്യം. കളിക്കളത്തിറങ്ങിയ കളി വേറെ. ഒരു ഗോളല്ല, ഒരു 10 ഗോൾ അടിക്കും. കേട്ടല്ല, 10 ഗോൾ അടിക്കും. ബാക്കി പറഞ്ഞ വാക്കാ ബെറ്റ്. കൈ നീ ആയിട്ടാ ഉറപ്പിച്ചല്ലോ. 3000 പോരാ, അതും എടുത്ത് വെക്കണം. ശ്വാസം മടക്കി പിടിച്ച് വടക്കേവില സാക്ഷി കാടിറങ്ങി വരുന്ന കാട്ടാനയുടെ ശൗര്യവും ചീറ്റപ്പുലിയുടെ വേഗതയുമായി തന്നെയാ. ഈ കിക്കില് നീയും ബോളും ഗോൾ പോസ്റ്റില. നാഗമാണിക്യം കാക്കുന്ന നാഗത്തിന്റെ ശൗര്യത്തോടെ അടയാളപ്പെടുത്തുന്ന കാലമേ ഇത് ഘടികാരം നിൽക്കുന്ന സമയം. ചേട്ടാ, മൂക്ക് എങ്ങനെയുണ്ട്? നല്ല ഹൂണ്ട്. എന്ത് നല്ല ഹൂണ്ട്? ഫുട്ബോൾ എടുത്തിട്ട് 3 കൊട്ട ഒറ്റയാണ് വെച്ചോണ്ട്. അല്ല, വേദന ഉണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് ഈ യൂട്യൂബ് നോക്കി പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത്. യൂട്യൂബ് നോക്കി പഠിക്കുന്ന 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഫുട്ബോൾ പറഞ്ഞത്. അറിയോ? ഇതിന്റെ തേങ്ങ പറയണേ. ഫുട്ബോൾ നോക്കി യൂട്യൂബ് നോക്കി ഫുട്ബോൾ കളിച്ചാ ഫുട്ബോളിന്റെ എക്സ്പീരിയൻസ് വേണം, മനസ്സിലായോ? ഇപ്പൊ എക്സ്പീരിയൻസ് ആയോ? അല്ലാതെ ഈ കുന്നത്തിനൊക്കെ എന്തോ കുന്നറിയാന്ന് പറഞ്ഞു. ഇതൊക്കെയാണോ ഫുട്ബോള്? ചേട്ടാ നിക്കുന്നുണ്ട്. ചേട്ടാ ചായ വേണം എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ഭയങ്കര ഇതിനിപ്പോ 4500 ചെലവായി. 3000 രൂപ ബെറ്റ് വെച്ചാൽ അറിയാം. പറ ചായ വേടാന്ന് പറ. ഞാൻ വേറെ ഞാൻ പറയാം. ചേട്ടാ ചായ വേടാന്ന് പറയുമ്പോ ട്രെയിനിൽ മറ്റേ വടയൊക്കെ വെക്കാൻ വരുന്നിവി അവരെപ്പോ തലേ പോകുമ്പോ നല്ല കാപ്പി വല്ലതും വേണം. കാപ്പി വേണോ? ചൂടുള്ളൊരു ചായ കിട്ടിയാ കൊള്ളാം. എന്ത് ചായ ഒന്നും കിട്ടിയാ നല്ല തലവേനുണ്ട്. അതെ, ഈ ചാലഞ്ചും എന്നിട്ടുള്ള ബെറ്റർ അയ്യോ, ഞാൻ എനിക്ക് ഒരു ചലഞ്ചിനും തരത്തില്ല. എന്നെ വെറുതെ വരുന്നത്. അമ്മ കണ്ടാവോ ചേട്ടനെ? സുഖം ഉണ്ടല്ലോ അല്ലേ? നല്ല സുഖമുണ്ട് കേട്ടാ. ഒരു ഫോൺ എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരെണ്ണം തിരക്കാൻ തന്നെ. അപ്പൊ നല്ല സുഖമായിരിക്കും. അതെ, അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയത്തുണ്ട്. എടാ, നീ വയ്യാതെ മുഖം നീ പോയിട്ട് ചോദിച്ചിട്ട് വന്നപ്പോ വിടരാ. ബൈ ബൈ. ചേട്ടൻ വേദന ഉണ്ടെങ്കിൽ കുറച്ചു പോയി കിടന്നോ. ശരി. അമ്മേ, ആഹാ, നിനക്കും തുടങ്ങിയ ഫുട്ബോൾ ഭ്രാന്ത്. ആരെങ്കിലും കണ്ട ഉടനെ അനുകരിച്ചോളണം കേട്ടാ. അതമ്മേ, ഞാനും ചേച്ചിയും ചേട്ടനെ കൂടിയിട്ട് ഒരു വേൾഡ് കപ്പ് നടത്തിയതാ. ചേട്ടന്റെ മൂക്കൊക്കെ പോയി വികലാങ്ങനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, അതെന്നാ പറ്റി? എന്നെല്ലാം പറ്റിയോ?
അതൊന്നുമില്ല, ചേച്ചി ചെറുതായിട്ടൊന്ന് പന്ത് മൂക്കുമ്പൊക്കെ അടിച്ചതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, മൂക്കൊന്നും പൊട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഓരോന്നൊക്കെ വരുത്തി വെച്ചോളും. ആ അത് ചേട്ടന്റെ കുഴപ്പം കൊണ്ടാ. ചേട്ടൻ എന്താ ഞങ്ങളെ വെല്ലുവിളിക്കാൻ പോയത്? ഇങ്ങനൊക്കെ കിട്ടും. ചേട്ടൻ അടങ്ങിയിരുന്നാ പോരായിരുന്നോ? അതെ. അമ്മേ പിന്നെ ഇവിടെ നോക്ക്, പറ. എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ട് പൈസ. കൊറേ നാളായല്ലോ ഫീസ് കൊടുക്കുന്നത്, തീർന്നില്ലേ അത്? പിന്നെ എന്റെ കഴിയണ്ടേ, പഠിപ്പ് കഴിയണ്ടേ. എത്ര രൂപ? 5K 5000 തരുവോ? 5000 ഉണ്ടാവോ? ഒന്ന് നോക്കിയാ ഞാനവിടെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. ആ അമ്മരിക്കകത്ത് എവിടെ? അവിടെ നീ അന്ന് എനിക്കൊരു ചെറിയ ഡയറി തന്നില്ലേടി, അതിന്റെ അടിയിൽ അവിടെ എവിടെ ഉണ്ട്, എടുത്തോ. അതെ, ആവശ്യമുള്ള എടുത്താ മതി, കൂടുതലുണ്ടെങ്കിൽ ഇവിടെ വെച്ചേക്ക്. ഇല്ല, എനിക്ക് 5K. എനിക്കിപ്പോ നിന്റെ ചേട്ടനെ ഒന്നും എനിക്ക് വിശ്വാസമില്ല. 2500 രൂപയ്ക്ക് ഫീസും കൊടുത്തിട്ട് ബാക്കി മന്തി കഴിക്കാം. എവിടെ അമ്മ ഇതെവിടെ വെച്ച്? ഇല്ല, ഗൂഗിൾ പേ എങ്ങനെ അയച്ചാ പോരെ, നമുക്ക് കുഴപ്പമില്ല. അമ്മേ പൈസ ഇവിടെ ഒന്നും കാണുന്നില്ല. അമ്മേ അമ്മ പൈസ എവിടെ വെച്ചെന്ന് പറഞ്ഞേ? എന്നെ നിക്കി അലമാരിക്കകത്ത് നോക്കി, എല്ലാം ഞാൻ എടുത്തു തരണോ? ഒന്ന് നോക്കാ ഡയറിയുടെ അകത്ത് എവിടെ അമ്മ എവിടെയെങ്കിലും. ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് അമ്മോട് വന്ന് ചോദിക്കുന്നത്. അമ്മ ഒന്ന് കുറച്ച് ഞാൻ ഇന്നലെ കൂടെ എടുത്തത് നോക്കി, എണ്ണി വെച്ച പൈസ അല്ലേ അവിടെ കാണോന്നേ, നോക്ക്. ഇല്ലെന്നമ്മേ, അമ്മ ഒന്ന് വന്നേ. എനിക്കങ്ങ് മേലെ പോയി എടുത്തോടി. ചുമ്മാ ഓരോരുത്തർ ഇരിക്കാനും സമ്മതിക്കില്ല. ആ മൊബൈലും ഒക്കെ നോക്കി ഞാനൊന്ന് ഇരുന്നതാണ്. അമ്മ ഒന്നും ഇങ്ങോട്ട് വന്നേ അമ്മേ. എനിക്ക് വയ്യ ഈ കൊച്ചിനെ കൊണ്ട്. ഇതിനകത്ത് എവിടാ പൈസ? എവിടെയാന്ന് ഞാൻ അവിടെ വെച്ചല്ലേ, ശരിക്കൊന്ന് നോക്കിയേ. ഞാൻ നോക്കിട്ട് കണ്ടില്ല, ഇനി അമ്മ കണ്ടു. ഇനി ഫീസ് അടക്കണം, പ്രശ്നാവൂലേ? എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വെച്ചതാണല്ലോടി. എന്നിട്ട് എവിടെ? ഇപ്പൊ പിടികിട്ടി. എന്താ പൈസ എവിടെ പോയെന്നും എങ്ങനെ പോയെന്നും ഇപ്പൊ പിടികിട്ടി. ആഹാ, നോക്കട്ടെ. മന്തി കഴിക്കാനുള്ളതായിരുന്നു. ഈശ്വരാ, 3000 രൂപ ഞാനിത് എവിടെ പോയി ഉണ്ടാക്കുകയും അവരിപ്പോ അത് പൊക്കുകയും ചെയ്യും. ഹലോ ഹലോ ഹലോ. എടാ ഫ്ലെക്സ് വെച്ചാ? ഫോട്ടെ ഇവിടെ ഇതിൽ ഞാൻ എന്തോടെ ഫോട്ടോ? മെസ്സിയുടെ മാത്രമല്ല ഉള്ളു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യോ. എടാ, ഒരു അത്യാവശ്യം ഒരു ദുർബല സാഹചര്യത്തിൽ എനിക്ക് 3000 രൂപ തിരിച്ചയക്കാൻ പറ്റുമോ? കാരണം വീട്ടിൽ തൂക്കി, അല്ല വേറെ പ്രശ്നം ഉണ്ടായി ഇവിടെ. സത്യം ഇവിടെ ഒന്ന് തിരിച്ചടാ, കഷ്ടമുണ്ടാ. ഞാൻ നിനക്ക് പിന്നെ തരാം. വീട്ടിലാകെ സീനായ പൈസ എടുത്ത് കൊടുത്തത്. നീ എങ്ങനെയാ പൊക്ക്? എനിക്ക് നല്ല ഇട്ട് വിടുന്നു, ഇറങ്ങി പോകേണ്ടി വരും ഇവിടുന്ന്. ഞാൻ മുക്കിയതാടാ ഇവിടുന്ന്, നീ തിരിച്ചയക്കുന്നു. എന്തോടാ, ഒന്നും ഇങ്ങനെ താടാ, സീനാടാ. ആഹാ, മോൻ ഇവിടെ നിൽക്കാണ്. എന്നാ പറ്റണ നിന്റെ മൂക്കിന്? മൂക്കിന് ഫുട്ബോൾ അടിച്ച്. നന്നായി. അതെ, ഫുട്ബോളൊക്കെ അവിടെ നിൽക്കട്ടെ. 3000 രൂപ എടുത്തേ. 3000 രൂപയോ? എടുത്തേ. എവിടെ നിൽക്കാനാ? പുറമേയില്ല. ഇല്ല, എടുക്ക 3000 രൂപ എടുക്ക. ഞാൻ എവിടെ നിൽക്കാനാ? എനിക്കറിയത്തില്ല, ഞാൻ എടുത്തില്ല. അലമാരി ഇരുന്ന പൈസയാണോ? പൈസ എടുക്ക്. അതൊരു ദുർബല സാഹചര്യത്തിൽ ഞാനേ. നിനക്ക് നാണം ഉണ്ടോടാ? അമ്മ അതല്ല, സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയുടെ പൈസ. എന്റെ ആ കൊച്ചിന് ഫീസ് കൊടുക്കാൻ പറ്റുന്ന പൈസയാ. ആ കയ്യൊക്കെ ഞാൻ ഇരിക്കട്ടെ, പൈസ ഇട്. ഞാൻ തരാം. ഞാൻ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. റിട്ടേൺ നിന്റെ മ്യൂച്വൽ ഫണ്ടൊക്കെ എനിക്കറിയാം എന്താന്ന്. മോൻ ആ പൈസ എടുക്ക്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പോയി. എനിക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. സത്യമായിട്ട് ഞാൻ എന്റെ ആത്മാർത്ഥം കൊണ്ട് ഇന്നടത്ത് പൈസ ഇരിക്കണം പറഞ്ഞു. ഉടനെ അതങ്ങ് അടിച്ചു മാറ്റി. അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. നിന്റെ അത്യാവശ്യമൊക്കെ എനിക്ക് മനസ്സിലായി. പൈസ ഇട്. ഞാൻ റോൾ ചെയ്യാൻ കൊടുത്ത് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ തരാം. ഞാൻ 2 ദിവസത്തിനകം തരാം. ഉറപ്പാണ്? 2 ദിവസം വല്ല, എനിക്ക് നാളെ വേണം. നാളെയോ? നാളെ വേണം. ആ കൊച്ചിനിലേക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. അതും എന്റെ കയ്യിൽ നിന്ന് പോകും. ഇന്ന് തന്നെ വൈകുന്നേരം. ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? അതെനിക്കറിയാൻ മേല. നിനക്ക് എടുക്കാൻ തോന്നിയല്ലോ. അല്ലെങ്കിൽ ഞാൻ മര്യാദക്ക് ചോദിച്ചപ്പോ തന്നില്ലല്ലോ. മര്യാദയാണോടാ നീ ചോദിച്ചത്? നീ എന്തും പറഞ്ഞാ ചോദിച്ചത്? അല്ലെങ്കിൽ നീ എടുത്തപ്പോഴെങ്കിലും പറയണ്ട എന്നോട്, അമ്മ ഞാൻ പൈസ എടുത്തെന്ന്. മോശാട്ടാ. നാളത്തേക്ക് എന്റെ പൈസ കിട്ടിയേക്കണം. ഭഗവാനെ, ഈ അവസ്ഥ ആർക്ക് വരുത്തണേ.
ഞാൻ എവിടെ പോയി ഉണ്ടാക്കി എനിക്കറിയത്തില്ല.